വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പ്രാർത്ഥനാ സഹായമാണ് അതിർത്തി തർക്കങ്ങൾ. സഹോദരങ്ങളുമായിട്ട് മിണ്ടുന്നില്ല, രമ്യതയില്ല, അടിയാണ്, പിടിയാണ്, ആകപ്പാട് കഷ്ടമാണ്, വേദനയാണ്, സഹനമാണ്. ക്ഷമിക്കുവാൻ വേണ്ടി പറഞ്ഞ് അടുത്ത് ചെന്നാലും ക്ഷമിക്കാത്ത അവസ്ഥകള് എങ്ങനെ പോകുന്ന ഈ ജീവിതം ചോദിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. കണ്ണീരോടുകൂടെ ജീവിക്കുന്നവണ്ട്. കിടപ്പിൽ കിടക്കുകയാണ്. കിടപ്പിൽ 38 വർഷം കിടന്ന മനുഷ്യന്റെ ജീവനത്തിലേക്ക് ദൈവിക ഇടപെടലുകൾ വന്നപ്പോൾ അവൻ എഴുന്നേറ്റു. അതുപോലെ നമ്മുടെ അവസ്ഥയെ കുറിച്ച് പൂർണ്ണമായ ബോധ്യമുണ്ട്. എനിക്ക് കിടക്കുന്ന അവസ്ഥയിൽ എഴുന്നേൽക്കണം. അതിനുവേണ്ടി എന്റെ ദൈവത്തെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് ദൈവം തുറന്നു കൊടുത്തേ അത്ഭുതമുണ്ടാകും. അവസ്ഥയിൽ നമ്മൾ എഴുന്നേൽക്കും. അതാണ് നമ്മുടെ ഉദ്ധാനം എന്ന് പറയുന്നത്. നോമ്പുകാലത്ത് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഉദ്ധാനം അതാണ്.